ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെൻറ്റ് കളർ കൊടുത്തിട്ടുള്ള ഒരു വനില കേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം. ഇതിനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. മെഷർമെൻറ്റിൽ അളന്നെടുക്കുക. അതുപോലെ തന്നെ ഒരിക്കലും മെഷർമെൻ്റ് കൊണ്ട് കോരിയെടുക്കരുത്. പിന്നെ അതിലേക്ക് വേണ്ട 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമുക്കിത് 3 വട്ടം തരിച്ചെടുക്കാം. ഈ തരിച്ചെടുക്കുന്നത് അതിൽ നിന്ന് വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് 6 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ട പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. അത് കുറേശ്ശെ ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം പഞ്ചസാര ഇട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യരുത്, ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ് ചേർത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആവും കേക്ക്. ഈ ബാറ്റർ 2 കിലോൻ്റെ മോൾഡിലാണ് ഞാനിത് ഒഴിക്കുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഹെയർ ബബിൾ പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. ഇത് ചൂടാക്കാൻ വെച്ചിരുന്ന ചെമ്പട്ടിയിൽ ഇറക്കി വെച്ച് നമുക്കിത് 30-40 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പം എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാനിത് 3 ലെയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒടിഞ്ഞു പോവാതെ നോക്കണം. ഇനി ഇത് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ബേസിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് 3 ലെയറും ഇതുപോലെ തന്നെ ചെയ്ത് ഐസിങ് ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിക്കണം. അതിന് ഞാനിവിടെ പാലിൻ്റെ വെള്ളവും പഞ്ചസാരയും ചേർത്ത മിശ്രിതമാണ് ഒഴിക്കുന്നത്. അതുപോലെ 3 ലെയറും അതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം ഫൈനലൈസിങ് ചെയ്യാം. ഇതിലാണ് ഞാൻ കളറ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാം. ഞാനിവിടെ പിസ്തയുടെ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നോസിലിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. സ്റ്റാർ നോസിലിട്ടിട്ട് ബോർഡർ വരച്ചെടുക്കുകയാണ്. അടി ബോർഡർ വരച്ചു. അതിന് ശേഷം മുകളിലും അതുപോലെ തന്നെ ബോർഡർ ലൈനായിട്ട് വരച്ചു കൊടുക്കണം. ഇഷ്ടമുള്ള രൂപത്തിൽ വരച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ആഡ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. എനിക്കിത് ഒരു ഓർഡർ ഉണ്ടായിരുന്ന കേക്കാണ്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഒരു റോസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. റോസിൻ്റെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഇടാം. അപ്പം എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.